അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം ഉടുമയിൽ ചൂടാൻ മല മലർ മാല പോയിരുന്നു. അതും ഭാസ്കരൻ മാസ്റ്ററുടെ മനോഹരമായ പാട്ടാണ്. ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ എന്ന് പറയുന്ന മനോഹരമായ പാട്ട്. അതുപോലെ ഒരു പ്രാവശ്യമാണ് മലയാളം പാട്ട് പാടി ജാനകി അമ്മയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയത്. അത് ഓപ്പോൾ MD സാറിന്റെ MD വാസുദേവൻ നായർ സാറ് കഥയും തിരക്കഥയും ഒരുക്കിയ സംഭാഷണവും ഒരുക്കിയ പാട്ട് സേതുമാധവൻ സാറ് സംവിധാനം ചെയ്ത ഓപ്പോൾ എന്ന സിനിമയിലെ പാട്ടാണ്. വളരെ മനോഹരമായ ഒരു പാട്ടാണ്. MB ശ്രീനിവാസൻ അദ്ദേഹമായിരുന്നു അതിന്റെ സംഗീത സംവിധാനം. അത് ഭാസ്കരൻ മാസ്റ്ററാണ് അതും എഴുതിയത്. അതിനാണ് ദേശീയ പുരസ്കാരം മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാള ഭാഷയിലുള്ള പാട്ടില് ആ പാട്ടിലൂടെ മലയാളത്തിലേക്ക് ജാനകി അമ്മ കൊണ്ടുവരുന്നത്. അത് ഏറ്റുമാനൂരമ്പലത്തിലെഴുന്നള്ളത്ത് മുന്നിൽ കാത്തുനിന്ന് പൂവമ്പന്റെ പള്ളി നായാട്ട് എന്ന് പറയുന്ന പാട്ടിന്. അപ്പൊ ഇങ്ങനെ ഭാസ്കരൻ മാസ്റ്ററുമായുള്ള ഒരു ആത്മബന്ധം അതെത്രയോ തീവ്രമാണ് ജാനകി അമ്മയ്ക്ക്. ഇപ്പൊ ഭാസ്കരൻ മാസ്റ്ററുടെ ജീവിതം നമുക്കറിയാം. അദ്ദേഹത്തിന് അവസാന കാലങ്ങളിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ മെല്ലെ മെല്ലെ നഷ്ടമായി. അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെ തിരിച്ചറിയാൻ കഴിയാതെ അല്ലെങ്കിൽ വരുന്നവരെ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹം ഓർമ്മകൾ റദ്ദായി പോയ ഒരു ജീവിതത്തിന്റെ അന്ത്യത്തിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നത്. അപ്പം ഭാസ്കരൻ മാസ്റ്ററുടെ ഈ ഒരു വേദന അല്ലെങ്കിൽ ഭാസ്കരൻ മാസ്റ്ററുടെ ഈ ഒരു നിർഭാഗ്യാവസ്ഥ അറിഞ്ഞ് ജാനകി അമ്മ തിരുവനന്തപുരത്ത് വന്ന് ഭാസ്കരൻ മാസ്റ്ററെ കാണാൻ വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ പോയി ജാനകി അമ്മയെ കണ്ടു. വളരെ ചിരിച്ച് വളരെ സൗഹൃദത്തോടു കൂടി ഭാസ്കരൻ മാസ്റ്റർ സ്വീകരിച്ചു. പരസ്പരം അഭിവാദ്യങ്ങൾ ചെയ്തു, വർത്തമാനമൊക്കെ പറഞ്ഞു. ഭാസ്കരൻ മാസ്റ്ററുടെ മനോഹരമായ പാട്ടുകൾ ജാനകി അമ്മ പാടി. പാട്ടുകൾ ഇപ്പൊ തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ അതൊക്കെ പാടിക്കഴിഞ്ഞ് ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞു, എത്ര മനോഹരമായ പാട്ട്, വയലാർ എന്ത് സുന്ദരമായാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. ജാനകി അമ്മയ്ക്ക് കരച്ചിലടക്കാനായില്ല. അത്രയേറെ ലോലമായ ഒരു മനസ്സായിരുന്നു ജാനകി അമ്മയ്ക്ക്. കാരണം സ്വന്തം പാട്ട് പോലും ഇത്രയും മഹാനായ ഒരു എഴുത്തുകാരൻ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന അദ്ദേഹത്തിന്റെ ഒരു നിർഭാഗ്യാവസ്ഥ ജാനകി അമ്മയെ വല്ലാതെ വേട്ടയാടി. നമുക്കറിയാം ജാനകി അമ്മയുടെ ഭർത്താവ് അദ്ദേഹം മരിക്കുന്നത് വരെ ജാനകി അമ്മ പൊതുവേദിയിൽ വന്നുകൊണ്ടിരുന്നത് വലിയ ചുവന്ന പൊട്ടൊക്കെ തൊട്ട് വളരെ പ്ലസന്റായ. പക്ഷേ ആ ഭർത്താവിന്റെ അദ്ദേഹത്തിന്റെ മരണശേഷം ഈ പൊട്ടുപേക്ഷിക്കുകയും വലിയ ചന്ദനക്കുറിയും ഭസ്മക്കുറിയും ഒക്കെ തൊട്ടാണ് അമ്മ പൊതുവേദിയിലേക്ക് വരുന്നത്. അത്രയേറെ മാനവികതയ്ക്ക്, മനുഷ്യനോടുള്ള ബന്ധങ്ങൾക്ക് അതീവ്രമായ സ്ഥാനം മനസ്സിൽ കൊടുത്തിരുന്ന ഒരു ഗായിക കൂടിയാണ് ജാനകി അമ്മ. ഞാനിത് പ്രത്യേകം എടുത്തു പറഞ്ഞത് വ്യക്തിപരത കൂടി, ഒരാളിന്റെ വ്യക്തിത്വം കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അത്രയേറെ സിമ്പിളായിരുന്നു, അത്രയേറെ അഗാധമായ സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്നയാളാണ് ജാനകി അമ്മ. അപ്പൊ അത്രയേറെ ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ, ഒരു ഗായിക എന്നതിനപ്പുറം ഒരു കലാകാരിക്ക് വേണ്ട ഏറ്റവും ആവശ്യമായ സ്നേഹം എന്ന വികാരം അതിതീവ്രമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കലാകാരി കൂടിയാണ് ജാനകി അമ്മ. ജാനകി അമ്മയോടൊപ്പം ഏറ്റവും കൂടുതൽ യുഗ്മഗാനങ്ങൾ പാടിയ മലയാള ഗായകൻ യേശുദാസ് സാറ്. എത്രയോ മനോഹരമായ പാട്ടുകൾ ഇവർ രണ്ടുപേരും കൂടി പാടി. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. ഇപ്പം അകലെ അകലെ നീലാകാശം
അലതല്ലും മേഘതീർത്ഥം എന്നുള്ള മനോഹരമായ പാട്ട് ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചനയും ബാബുരാജ് സാറിന്റെ ഈണവുമാണ്. അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും സ്നേഹതീർത്ഥം എന്നൊക്കെയുള്ള വളരെ മനോഹരമായ പാട്ട് ദാസേട്ടനും ദാസാറും അമ്മയും കൂടി പാടിയതാണ്. പെട്ടെന്ന് ഈ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു പാട്ട് യേശുദാസ് സാറ് തന്നെ അഭിനയിച്ച ഒരു പാട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന് പാടുന്ന ഒരു പാട്ട്. PA ചിദംബരനാഥ് എന്ന് പറയുന്ന ആദ്യകാല സംഗീത സംവിധായകൻ സംഗീത സംവിധാനം നിർവഹിച്ച് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമയിൽ പാടിയൊരു പാട്ടാണത്. കുങ്കുമപ്പൂകൾ പൂത്തു എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ കുങ്കുമപ്പൂകൾ പൂത്തു എന്ന് തുടങ്ങുന്ന ആ പാട്ടിൽ അനിയമ്മ പാടുന്ന ഒരു പോർഷൻ ഉണ്ട് മനോഹരൻ. മാനസമാം മണിമുരളി ഇന്ന് മാദക സംഗീതമരുളി പ്രണയ സാമ്രാജ്യത്തിൻ അരമന തന്നിൽ കനകത്താൽ തീർത്തൊരു കളിത്തേരിലേറി രാജകുമാരൻ വന്നു ചേർന്നു കുങ്കുമപ്പൂകൾ പൂത്തു എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ കുങ്കുമപ്പൂകൾ പൂത്തു. മനോഹരമായ പാട്ട് ദാസാറുമായി പാടിയ പിന്നെ എത്രയോ മനോഹരമായ പാട്ടുകൾ അവർ ഒന്നിച്ചു പാടി. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും വളരെ ഹിറ്റായി മാറിയ അനേകം പാട്ടുകൾ. യമുനേ നീയൊഴുകു യാമിനി യദുവംശമോഹിനി മധുമാസപൂവിന് ഓ എന്ന് പറയുന്ന മനോഹരമായ പാട്ട്. അതുപോലെ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ എന്നുള്ള പാട്ട്, അല്ലിയിളം പൂവോ എന്നുള്ള പാട്ട്. അങ്ങനെ എത്രയോ ഒരു പിടി മനോഹരമായ പാട്ട്, യുഗ്മഗാനങ്ങൾ. മലയാളിയുടെ മനസ്സിൽ ഇങ്ങനെ നിറങ്ങൾ പിടിപ്പിച്ച് യുഗ്മഗാനങ്ങൾ ജാനകിയമ്മയും യേശുദാസ് സാറും ചേർന്ന് പാടിയത് നമുക്കിടയിൽ നിലനിൽക്കുക. മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ ആദ്യ ഗാനം. അദ്ദേഹം 1966 മലയാള സിനിമയിലേക്ക് പാട്ടെഴുതാൻ വരുന്നത്. കാട്ടുമല്ലിക എന്നായിരുന്നു ആദ്യ സിനിമയുടെ പേര്. അതില് താമരത്തോണിയിൽ താലോലമാടി താനേ തുഴഞ്ഞു വരും പെണ്ണെ എന്നുള്ള യുഗ്മഗാനം യേശുദാസ് സാറും ജാനകി അമ്മയുമാണ് പാടിയത്. അപ്പൊ ആദ്യമായി തമ്പി സാറിന്റെ പാട്ട് മലയാളത്തിൽ പാടുന്നത് ജാനകി അമ്മയാണ്, ഗായിക. അതുപോലെ പിന്നെ എത്രയോ മനോഹരമായ പാട്ടുകൾ തമ്പി സാറിൻ്റെത് ജാനകി അമ്മ പാടി. തമ്പി സാറിന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ജാനകി അമ്മ പാടിയ പാട്ട് ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി എന്ന് പറയുന്ന പാട്ടാണ്. അദ്ദേഹം എഴുതിയ തമ്പി സാറ് എഴുതിയ പാട്ടിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. വേറെ മനോഹർ. നേരത്തെ പറഞ്ഞ അകലെ അകലെ ഞാൻ പറഞ്ഞിരുന്നു. മനസ്സിലുണരൂ ഉഷസന്ധ്യയാ മായാമോഹിനി സരസ്വതി മനസ്സിലുണരൂ ഉഷസന്ധ്യയാ എന്ന ഗാനം ജാനകിയമ്മ പാടിയ മനോഹരമായ പാട്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും എന്നുള്ള മനോഹരമായ പാട്ട്. യമുനേ നീ യദുകുല രതിദേവൻ എവിടെ എന്നുള്ള പാട്ട്. അങ്ങനെ ഒരു പിടി മനോഹരമായ പാട്ടുകൾ തമ്പി സാറിൻ്റെത് പാടി. അദ്ദേഹം 150ഓളം പാട്ടുകൾ തമ്പി സാറിന്റെ പാട്ടുകൾ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായി ജാനകിയമ്മയെ കാണുന്ന ആ ഓർമ്മ തമ്പി സാർ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ കാട്ടുമല്ലികയിൽ പാടുന്നത് യേശുദാസ് സാറും ജാനകിയമ്മയുമാണെന്ന് അറിഞ്ഞു. ജാനകിയമ്മ താഴെ വന്ന് ഇറങ്ങിയിരിക്കുന്നു കാറിൽ എന്നറിഞ്ഞിട്ട് ബാൽക്കണിയിൽ പോയി നിന്ന്
വളരെ ആദരവോടുകൂടി പാട്ടുകളിലൂടെ പരിചയപ്പെട്ട മഹാഗായികയെ ആദരവോടുകൂടി നോക്കി നിന്ന ആ അനുഭവം തമ്പി സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തമ്പി സാറിന്റെ മനോഹരമായ അനേകം പാട്ടുകൾ പാടിയിട്ടുണ്ട്. തമ്പി സാറും സലിൽദായുമായി ചേർന്ന ആദ്യത്തെ പാട്ട് പാടിയതും ജാനകി അമ്മയാണ്. അതിന് പിന്നിലും ഒരു കഥയുണ്ട്. സലിൽദ ട്യൂൺ കൊടുത്ത് പാട്ടുകൾ എഴുതിപ്പിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം മലയാളത്തിൽ വന്നു, ചെമ്മീനിലെ പാട്ടുകൾ അങ്ങനെ വയലാർ സാർ എഴുതി വലിയ ഹിറ്റുകളായി. അങ്ങനെ സലിൽദ വീണ്ടും വരികയാണ് മലയാളത്തിൽ. വിഷുക്കണി എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമയിൽ പാട്ട് ചെയ്യാനായി വരുന്നു. ആരാണ് പാട്ട് എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുതിയ ഒരു ഗാനരചയിതാവാണ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അതിനു മുമ്പ് ഒന്നിച്ചിരുന്നിട്ടില്ല. അപ്പോ അത് ശരിയാകുമോ എന്നൊരു സംശയം സലിൽ ചൗധരി അദ്ദേഹം സലിൽദ നിർമ്മാതാവിനോടും സംവിധായകനോടും ഒക്കെ ചോദിച്ചു. അപ്പൊ ശരിയാകും, വളരെ നന്നായി എഴുതുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞു. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കും, ഞാനൊരു പല്ലവി നൽകും, ആ പല്ലവി നന്നായി എഴുതിയാൽ മാത്രമേ എൻ്റെ ട്യൂണ് ഞാൻ കൊടുക്കുകയുള്ളൂ ബാക്കി എഴുതാൻ വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ തമ്പി സാർ ചെല്ലുന്നു, തമ്പി സാറിനോടൊരു ട്യൂണ് കേൾപ്പിച്ചു കൊടുക്കുന്നു. തമ്പി സാർ അതൊരു ടേപ്പ് റെക്കോർഡറിൽ പിടിച്ചിട്ട് അടുത്ത മുറിയിലിരുന്ന് അരമണിക്കൂർ കൊണ്ട്, അപ്പൊ ഈ വന്നിരിക്കുന്ന ഗാനരചയിതാവ് അത്ര മിടുക്കനല്ല എന്നാണ് അദ്ദേഹത്തിന് സംഗീത സംവിധായകന് കിട്ടിയ ഫീഡ്ബാക്ക്. ആ ഫീഡ്ബാക്കിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അരമണിക്കൂർ കൊണ്ട് തമ്പി സാറ് അതിന്റെ കൊടുത്ത ട്യൂണിനനുസരിച്ചുള്ള വരികൾ എഴുതി കൊടുക്കുന്നു. അത് പിന്നീട് വളരെ ജാനകി അമ്മ പാടുന്നു. ബാക്കി കൂടി ആദ്യത്തെ ആ പല്ലവി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ, കാരണം സാധാരണ പല്ലവിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് വരികളുള്ള പാട്ടാണ് കൊടുത്തത്, വരികളുള്ള മ്യൂസിക്കാണ് കൊടുത്തത്. അതിന് മനോഹരമായി അദ്ദേഹം എഴുതി കൊടുത്തപ്പോൾ അത് പാടാനായി ജാനകി അമ്മയാണ് വന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മലർ കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലെ മയങ്ങൂ നീയൻ മടിമേലെ എന്നുള്ള മനോഹരമായ ആ താരാട്ട് പാട്ടാണ് തമ്പി സാറ് ആദ്യമായി സലിൽദായ്ക്ക് വേണ്ടി എഴുതുന്നത്. ജാനകി അമ്മയാണ് അത് പാടിയത്. അതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ പാട്ടിന്റെ പല്ലവിക്ക് 4 വരിയല്ല, അതിന് വളരെ നീളമുള്ള ഒരു പല്ലവിയാണ്. എല്ലാം ഒരു ഗാനരചയിതാവ് എന്ന ചലഞ്ച് അല്ലെങ്കിൽ സംഗീത സംവിധായകൻ നൽകിയ ചലഞ്ച് സ്വീകരിച്ചുകൊണ്ട് തമ്പി സാർ അതിമനോഹരമായി എഴുതി എന്നിടത്താണ് ആ പാട്ടിന്റെ പ്രസക്തി. അതുകൂടാതെ സലിൽദായുടെ മനോഹരമായ പാട്ടുകൾ ജാനകി അമ്മ പാടിയിട്ടുണ്ട്. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ എന്നുള്ള പാട്ട് അത് മദനോത്സവത്തിലെ പാട്ടാണ്. ഈ മലർ കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ എന്നുള്ള പാട്ട്. അതുപോലെ സ്വപ്നത്തിലെ കാണാക്കുയിലേ പാടു പാടു നീ കാടുകൾ എന്നുള്ള പാട്ട്. ശാരികേ എൻ ശാരികേ എന്നുള്ള പാട്ട്. അതുപോലെ തുലാവർഷം എന്ന് പറയുന്ന സിനിമയിലെ സലിൽദായുടെ ഈണത്തിൽ സ്വപ്നാടനം ഞാൻ തുടരും, എന്റെ സ്വപ്നാടനം ഞാൻ തുടരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.